അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഇന്ന് ബറാത്തിന്റെ പുണ്യമേറിയ രാത്രിയാണ്. ഈ രാത്രിയുടെ മുഴുവനും പോരിശ് കിട്ടാൻ നാം എന്തെല്ലാം ചെയ്യേണ്ടതുണ്ട്? കാരണം ഒരുപാട് വീഡിയോകൾ വരുന്നുണ്ട്, ആ ദിക്ർ ചൊല്ലണം, ഈ ദിക്ർ ചൊല്ലണം. അപ്പൊ ഒരുപാട് വീഡിയോകൾ വരുമ്പോ സ്ത്രീകൾക്ക് പെട്ടെന്ന് ഏതാ ഇപ്പൊ പറയേണ്ടത്, ഏതാ വിടേണ്ടത്, ആ ഒരു രീതിയിലൊക്കെ ആയിപ്പോകും. അപ്പോ അങ്ങനൊന്നും ആകാതെ വളരെ കൃത്യമായ രീതിയിൽ ഇന്നത്തെ രാത്രിയുടെ മുഴുവൻ ശ്രേഷ്ഠത നമുക്ക് കൈവരിക്കാൻ പറ്റിയ വളരെ അതെല്ലാം ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ ആണ് ഇൻഷാ അല്ലാഹ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഇന്ന് നമുക്കറിയാമല്ലോ, ഇന്ന് അള്ളാഹുവിന്റെ റഹ്മത്ത് ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങുന്ന രാത്രിയാണ്. മാത്രമല്ല, ലൈലത്തുൽ ഖദ്റിനെ പോലെയല്ല, ഇത് ബറാത്ത് രാത്രിയാണ്. ലൈലത്തുൽ ഖദ്ർ ആണെങ്കിൽ ഇന്നാണോ നാളെയാണോ എന്നറിയില്ല. ചിലപ്പോ 21-നാകാം, 23-നാകാം, റമദാന്റെ അല്ലെ, റമദാന്റെ അവസാനത്തെ 25 ഒറ്റപ്പെട്ട രാത്രികളിലാകാം. പല അഭിപ്രായങ്ങളൊക്കെ വരും. അപ്പൊ ഇന്ന രാത്രിയിലാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് കൃത്യമായി പറയാനൊന്നും പറ്റൂല. അതുപോലെയല്ല നിസ്ഫു ശഅബാൻ ഇന്ന് രാത്രി തന്നെയാണ്. ഇന്ന് രാത്രി മാത്രം ധന്യമാക്കിയാൽ മതി. ഇന്നത്തെ ഒരു രാത്രി എന്റെ പ്രിയപ്പെട്ടവരെ നാം നല്ല നിലയ്ക്ക് ഉപയോഗപ്പെടുത്തിയാൽ നമ്മുടെ ജീവിതം തന്നെ ഇന്ന് മാറ്റിമറിയാൻ പോവുകയാണ്. നമ്മുടെ ഈ വർഷം അല്ലാഹു നമുക്ക് മരണം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതിനും രക്ഷപ്പെടാൻ സാധിക്കും. കാരണം ഇന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരു വർഷത്തേക്കുള്ള എല്ലാ തീരുമാനങ്ങളും അല്ലാഹു എഴുതപ്പെടുന്ന രാത്രിയാണ്. നമ്മുടെ പ്രയാസങ്ങൾക്കെല്ലാം ഇന്ന് ഒരു കാവൽ തേടേണ്ട ഒരു രാത്രിയാണ്. ഇന്നത്തെ ഒരു രാത്രി എന്റെ പ്രിയപ്പെട്ടവരെ നാം നല്ല നിലക്ക് ധന്യമാക്കുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ്, ഒരു വർഷത്തേക്ക് ഒരു ദാരിദ്ര്യവും ഉണ്ടാവുകയില്ല, ഒരു ആഫത്തും ഉണ്ടാവുകയില്ല, ഒരു സങ്കടവും ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല. എല്ലാത്തിനും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഇന്ന് നമുക്കൊരു കാവൽ തരുന്ന രാത്രിയാണ്. അപ്പൊ നാം ഇതെല്ലാം കിട്ടണമെങ്കിൽ, ഇന്നത്തെ രാത്രിയിൽ പൗരുഷമെല്ലാം നമുക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഉമ്മമാരെ, സഹോദരിമാരെ, തീർച്ചയായും ഈ വീഡിയോ മുഴുവനും കാണുക. ഇതിലെല്ലാം ഉൾപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം ദിക്റുകളെ സ്ക്രീൻ ഇൻഷാ അല്ലാഹ് ഇതിൽ കാണിക്കപ്പെടും. അപ്പൊ നിങ്ങൾക്ക് പറയാനും അത് എളുപ്പമായിരിക്കും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. പ്രത്യേകിച്ച് ഞാൻ പറയുന്നത്, എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു അറിവ് എല്ലാവരിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യമാണ് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ലൈക്ക് നിങ്ങളത് കിട്ടിയത് കൊണ്ട് നമുക്കൊന്നും ലാഭം കിട്ടാനൊന്നുമില്ല. ഈ വീഡിയോ പരമാവധി പലരിലേക്കും അത് എത്തും. ആ എത്തുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, തീർച്ചയായും നിങ്ങളുടെ ഒരു കാരണം കൊണ്ട് അവരും ഈ ഇൽമു പഠിച്ച് തീർച്ചയായും അവരുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ അൽഹംദുലില്ലാഹ് നിങ്ങൾക്കും അതിന്റെ പ്രതിഫലം കിട്ടും. കാരണം നാം ഇന്നലെ നാളെ മരണപ്പെട്ടു പോയി ഖബറിൽ കിടക്കേണ്ടവരാണ്. എന്നാൽ ഖബറിലേക്ക് കടന്നാൽ പോലും മുറിയാതെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ചില അമലുകളുണ്ട്. ആ അമലുകളെ കൂട്ടത്തിൽ ഒന്നാണ് മൻ അല്ലമ. നാം ഒരു ഇൽമു ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുത്തു, അത് പ്രവർത്തിച്ചാൽ അത് നമ്മുടെ ഖബറിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കും. നാം മരിച്ചാൽ നമ്മുടെ സ്വാലിഹായ മക്കളാണോ അവർ ചെയ്യുന്ന ആ സൽക്കർമ്മങ്ങൾ, അവർ നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചൊല്ലുകയാണ്, അത് നമ്മുടെ ഖബറിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതുപോലെ നാം എന്തെങ്കിലും കിണർ കുഴിച്ചു കൊടുത്തു, അല്ലെങ്കിൽ ഒരു പുഴയുടെ വെള്ളം ശുദ്ധീകരിച്ചു കൊടുത്തു, അല്ലെങ്കിൽ ഒരു കൃഷി നാം നട്ടുമുളപ്പിച്ചു, അതിന്റെ പ്രതിഫലം നാം മരിച്ചാലും അതിൽ നിന്ന് ആരെല്ലാം ആ പഴങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ, ആ വെള്ളം ഉപയോഗിക്കുന്നതിന്റെ പ്രതിഫലം ഖബറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ കാരണമായി ഒരാൾക്ക് ഈ വീഡിയോ കാണാൻ ഒരു സൗകര്യം, അവസരമുണ്ടായാൽ തീർച്ചയായും ഈ വീഡിയോ എപ്പോഴും എവിടെല്ലാം വെച്ച് കാണുന്നുണ്ടോ ആ സമയത്തൊക്കെ നമുക്കതിന്റെ പ്രതിഫലം കിട്ടുകയാണ്. നാം മരിച്ചാലും അവർ ആ അമൽ തുടർന്നു കൊണ്ടുപോകും. തീർച്ചയായും നമുക്കതിന്റെ പ്രതിഫലം കിട്ടും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഖബറിലേക്കുള്ള ഒരു മുതൽക്കൂട്ടായി അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം നാം അറിയല്ല. എന്താണ് പ്രധാനപ്പെട്ടത്? സൂറത്ത് യാസീൻ. സൂറത്ത് യാസീൻ 3 തവണ ഓതുക, അറിയുമല്ലോ. സൂറത്ത് യാസീൻ ഓതുമ്പോൾ ആദ്യം നാം ഓതേണ്ട യാസീൻ എന്തിനാണ്? ദീർഘ ആയുസ്സിന് വേണ്ടിയാണ് ഓതുന്നത്. ദീർഘ ആയുസ്സിന് വേണ്ടി യാസീൻ ഓതുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ നാം ശ്രദ്ധിക്കണം. അല്ലാഹു എനിക്ക് ദീർഘായുസ് നൽകണേ റബ്ബേ, ആഫിയത്തോടുകൂടി ദീർഘായുസ് നൽകണേ റബ്ബേ എന്ന് ഓതരുത്. കാരണം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു, അയ്യുന്നാസു ഖൈർ, നിങ്ങൾ ഏറ്റവും ഖൈറായ മനുഷ്യൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് മൻ താല ഉംറുഹു ഹസ്ന അമലുഹു എന്നാണ്. മൻ താല ഉംറുഹു, ഒരാൾക്ക് അല്ലാഹു ദീർഘായുസ് നൽകൂ, ഹസ്ന അമലുഹു, അവർക്ക് നല്ല അമലുകൾ ചെയ്യാൻ ആ ആയുസ് അല്ലാഹു തൗഫീഖ് നൽകി. അവരാണ് എന്റെ പ്രിയപ്പെട്ടവരെ യഥാർത്ഥത്തിൽ ഒരു സൗഭാഗ്യമുള്ളവന്, ഖൈറായവൻ എന്ന് പറഞ്ഞാൽ ഖൈറായ, നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായ മനുഷ്യൻ അവനാണ്. കാരണം ദീർഘായുസ് കിട്ടിയിട്ട് കാര്യമില്ല. ഏറ്റവും ഷർറാരാണ്? ദീർഘായുസുള്ളവൻ തന്നെയാണ്. മൻ താല ഉംറുഹു സഅമലുഹു, ദീർഘായുസ് കിട്ടി ഒരുപാട് മോശപ്പെട്ട പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരുന്നു, അവൻ നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും ഷർറായ മനുഷ്യനാണ് എന്ന്
മുത്തു റസൂൽ പഠിപ്പിച്ചതാണ്. അപ്പൊ ദീർഘായുസ് കിട്ടി മോശപ്പെട്ട അമൽ ചെയ്യുകയാണ് നാം ഏറ്റവും ഷർറാണ്. ആ ദീർഘായുസ് കൊണ്ട് ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. നമ്മുടെ ദീർഘായുസിൽ ഹസ്നുനാമലുഹു നല്ല സ്വാലിഹായ സൽക്കർമ്മങ്ങൾ ചെയ്യണം. അങ്ങനെയുള്ള ദീർഘായുസായിരിക്കും നമുക്ക് കിട്ടേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദീർഘായുസിന് വേണ്ടി ദ്വാരക്കുമ്പോൾ അള്ളാഹു നിന്റെ ത്വഅത്തിലായി നിന്നെ അനുസരിച്ചുകൊണ്ട് നിന്റെ ഇബാദത്തിലായുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞുവല്ലോ, അള്ളാഹുവേ എന്റെ ആരോഗ്യം കുറഞ്ഞു കൊണ്ടുപോവുകയാണ്, അതുകൊണ്ട് നിന്നിലേക്ക് എന്നെ ക്ഷണിക്കണം. കാരണം ഇനി ആരോഗ്യമില്ലെങ്കിൽ തീർച്ചയായും ഇബാദത്ത് ചെയ്യാൻ മുറപോലെ ഇബാദത്ത് ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല. അപ്പൊ ഇബാദത്തിൽ വീഴ്ചകൾ വരുമെന്ന് പേടിച്ചു പോയി ഉമർ റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് ദുആ ചെയ്തത്. പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു ഷഹീദായ സംഭവങ്ങൾ വിശാലമാണ്, അതിലോട്ടൊന്നും പ്രവേശിക്കുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യത്തിൽ മാത്രം പ്രവേശിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ഇബറാത്തുമായി സംബന്ധപ്പെട്ടത് പറയാണ്ട് അതൊന്നും പറയാതെ ഇന്ന് നാം ചെയ്യേണ്ട പ്രധാനപ്പെട്ട അമലുകളെ കുറിച്ച് മാത്രം നിർത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കും. അല്ലാഹു തൗഫീഖ്. അപ്പൊ സൂറത്ത് യാസീൻ 3 തവണ ഒന്ന് ദീർഘായുസ്. ഞങ്ങളുടെ ദീർഘായുസ് ആഫിയത്തോട് കൂടിയുള്ള അള്ളാഹുവിന്റെ ത്വഅത്തിനായി ജീവിക്കാൻ, അവനെ സ്മരിച്ചുകൊണ്ട് അവന്റെ ഇബാദത്ത് ചെയ്തുകൊണ്ടുള്ള ദീർഘായുസാണ് നമുക്ക് കിട്ടേണ്ടത്. അല്ലാഹു തൗഫീഖ്. അതല്ലാത്ത ആയുസ് നമുക്ക് വേണ്ട. എന്റെ പ്രിയമുള്ളവരെ, ആ ആയുസ് നമ്മളെ നരകത്തെ കൊണ്ടെത്തിപ്പിക്കും. ഹസ്ന അമലുഹു, നല്ല സ്വാലിഹായ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടുള്ള ദീർഘായുസാണ് നമുക്ക് വേണ്ടത്. അവരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഹൈറായ മനുഷ്യൻ നമുക്ക് റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒന്ന്. രണ്ടാമത്തെ റിസ്ക്കിൽ വിശാലത കിട്ടാൻ. റിസ്ക്കിൽ വിശാലത കിട്ടാൻ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കിട്ടാൻ മാത്രമാണോ? അല്ല. ഈ വർഷത്തെ ആഫത്ത്, മുസീബത്ത്, ഇടങ്ങേറ്, അപകടം, മരണങ്ങൾ എല്ലാത്തിനും തൊട്ടും അള്ളാഹു എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഒരു വർഷത്തേക്ക് അത് കാവലായിരിക്കും. അതിനുവേണ്ടി സൂറത്ത് യാസിൻ ഓതണം. സൂറത്ത് യാസിൻ സ്വഹീഹ് ഹദീസുകളിലൊക്കെ പറയുന്നത് സൂറത്ത് യാസിന്റെ മഹത്വം. യാസിൻ സൂറത്ത് ഇമാ ഖുറിയലും എന്താണോ നാം നിയ്യത്ത് വെച്ച് ഓതുന്നത് അതിനു വേണ്ടിയുള്ളതാണ്. ഇന്ന് പ്രത്യേകിച്ചാണ്. ഇന്ന് അള്ളാഹു ഒന്നാം ആകാശത്തിലേക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങി വരും. അള്ളാഹു ചോദിക്കും, ഹൽ മിൻ മുസ്തഗ്ഫിൻ, ആരാണ് എന്നോട് പൊറുക്കണ ചോദിക്കുന്നത്? ആരാണ് എന്നോട് റിസ്കിനെ ചോദിക്കുന്നത്? അവൻ ഞാൻ റിസ്ക് വാങ്ങും. ആരാണ് എന്നോട് പൊറുക്കണ ചോദിക്കുന്നവൻ ഞാൻ പൊറുത്തു കൊടുക്കുമെന്നാണ്. അപ്പൊ എന്നോട് റിസ്ക് ചോദിക്കുന്നവർ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ഒരു യാസീൻ ഓതി, തീർച്ചയായും യാസീൻ എന്തിനു വേണ്ടിയാണോ അതിനുള്ളതാണ്. ഇന്ന് ബറാത്തിന്റെ രാത്രിയാണ്. ഇന്ന് നാം തീർച്ചയായും സൂറത്ത് യാസീൻ നമുക്ക് റിസ്ക് വിശാലത കിട്ടണമെന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് ഓതുകയാണെങ്കിൽ ഉറപ്പായി എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ഇന്ന് ഉത്തരം തരാൻ പോകുന്ന രാത്രിയാണ്. അതുകൊണ്ട് ആരും പാഴാക്കല്ല. അപ്പൊ രണ്ടാമത്തെ റിസ്ക്കിൽ വിശാലത. നമ്മുടെ മകളുടെ വിവാഹം കാര്യം ഇൻഷാ അല്ലാഹ് ഈ വർഷത്തിൽ നടക്കുകയാണെങ്കിൽ ഒരാളെ മുമ്പിൽ കഴിഞ്ഞിട്ടാതെ അള്ളാഹു അത് പൂർത്തിയാക്കി തരും. അതേസമയത്ത് എന്തെങ്കിലും രോഗങ്ങൾ അള്ളാഹു വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമുക്കിത് തടയപ്പെടും. അതുകൊണ്ട് റിസ്ക്കിൽ വിശാലത കിട്ടാൻ നമുക്കിന്ന് ഒരു വർഷത്തേക്ക് ഒരു കുഴപ്പം, അതായത് റിസ്ക്കിനോ പണത്തിനോ സമ്പത്തിനോ ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല നാം ആ നിയ്യത്തിൽ ഓതിയാൽ. പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സൂറത്ത് യാസിൻ ഓതുന്നതിനിടയ്ക്ക് സംസാരിക്കാൻ പാടില്ല. തുടരെയായി യാസിൻ സൂറത്ത് ഓതുക. മകൻ നിസ്കരിച്ച് കഴിഞ്ഞ ഉടനെ സംസാരത്തിൽ ഒന്നും ഏർപ്പെടാതെ യാസിൻ സൂറത്ത് ഓതുക. സംസാരിക്കുകയാണെങ്കിൽ അതിന്റെ പോരിശ നഷ്ടപ്പെടാൻ കാരണമാകും. മൂന്നാമത്തെ യാസീൻ എന്റെ പ്രിയപ്പെട്ടവരെ, അതായത് ഈമാൻ കിട്ടി മരിക്കാൻ വേണ്ടിയാണ്. മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടി മരിക്കണം എന്നുള്ളത് ഏറ്റവും പ്രധാനം. കലാമി, അവസാനത്തെ കലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായാൽ ദഖലൽ ജന്ന എന്നാണ് മുത്ത് റസൂൽ പറഞ്ഞത്. അവന് സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. മരിച്ചിട്ടില്ല, ഖബറിൽ പോയിട്ടില്ല, മാശറ കണ്ടിട്ടില്ല, ഹിസാബ് ഒന്നും നടന്നിട്ടില്ല. എന്നിട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദഖലൽ ജന്ന, അവൻ പ്രവേശിച്ചു കഴിഞ്ഞു സ്വർഗ്ഗത്തിൽ എന്ന് പറഞ്ഞാൽ പ്രവേശിക്കുമെന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഈമാനോട് കൂടി മരിക്കണം. നല്ലൊരു മരണം കിട്ടാൻ എന്റെ പ്രിയപ്പെട്ടവരെ സൂറത്ത് യാസിൻ ഓതുക. എന്നിട്ട് ഒരു ദുആ ഉണ്ട് ഇൻഷാ അല്ലാഹ് നാം ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പൊ സൂറത്ത് യാസിൻ 3 തവണ ഓതി അല്ലേ. എന്നിട്ടോ സൂറത്തു ദുഖാൻ, രണ്ടാമത് സൂറത്തു ദുഖാൻ ഓതുക. സൂറത്തു ദുഖാനിന്റെ 8 ആയത്ത് 30 പ്രാവശ്യം ആവർത്തിച്ച് നിങ്ങൾ ഓതാൻ കഴിയുമെങ്കിൽ അൽഹംദുലില്ലാഹ് അങ്ങനെ പൂർത്തിയാക്കിയാൽ നല്ലതാണ്. അങ്ങനെ സാധിക്കും. ആദ്യത്തെ 8 ആയത്തും ആവർത്തിച്ച് 30 പ്രാവശ്യം ഓതി പിന്നെ സൂറത്ത് ദുഖാൻ പൂർത്തിയാക്കുക നല്ലതാണ്. എന്നതിന് സമയമില്ല എന്നെങ്കിലും ഒരു തവണമെങ്കിൽ സൂറത്തു ദുഖാൻ പാരായണം ചെയ്യുക, മറക്കല്ലേ. രണ്ടാമത് കാരണം നിങ്ങൾക്ക് ഒരു വിഷയത്തിലും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. എന്തൊക്കെ ഓതണം, എന്തൊക്കെ ചൊല്ലണം, ഈ രാത്രിയുടെ മുഴുവൻ പോരിശ് കിട്ടാനുള്ള എല്ലാ അമലുകളും ഇൻഷാ അല്ലാഹ് ഇന്ന് ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ മഗ്‌രിബ് ഇശാ നിസ്കാരങ്ങളൊക്കെ കഴിവിന്റെ പരമാവധി ഇമാം ജമാഅത്തായി തന്നെ നിസ്കരിക്കണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല തൗഫീഖ് നൽകട്ടെ. പിന്നെ നാം ദിക്റിലോട്ട് പ്രവേശിക്കാം. ഏതെല്ലാം ദിക്റുകളാണ് ചൊല്ലേണ്ടത്? പ്രധാനപ്പെട്ടത് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് 100 തവണ ചൊല്ലുക.
വളരെ എളുപ്പമാണല്ലോ ചൊല്ലാൻ. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് 100 തവണ ചൊല്ലുക. രണ്ടാമത് നാം ചൊല്ലേണ്ട ദിക്റ് ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാം. ഈ ദിക്റ് 3 തവണ ചൊല്ലിയാൽ തന്നെ നമ്മുടെ കടവും എല്ലാം തീരും എന്നാണ്. എല്ലാ ദിവസവും 3 തവണ ചൊല്ല വിശുദ്ധ ഖുർആനിലുള്ള ദിക്റാണ്. തീർച്ചയായും നമുക്ക് വലിയ പരിഹാരമാണ്. ജയിലിലൊക്കെ അകപ്പെട്ടവർ, കുടുക്കിലകപ്പെട്ടവർ, പിന്നെ പ്രശ്നങ്ങളകപ്പെട്ടവർ, എല്ലാത്തിനും ദാമ്പത്യമായ പ്രശ്നത്തിൽ അകപ്പെട്ടവർ എല്ലാവർക്കും ഇത് ചൊല്ലാവുന്നതാണ്. വിശുദ്ധ ഖുർആനിലുള്ള ദിക്റാണ്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ 100 തവണ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ 100 തവണ. അത് കഴിഞ്ഞ് മൂന്നാമതായി നാം ചൊല്ലുന്നത് ഹസ്ബിയല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. അത് ഹസ്ബിനല്ലാഹും പറയാ, ഹസ്ബി അല്ലാഹും പറയാ. അല്ലേ, ഹസ്ബി അല്ലാഹും പറഞ്ഞ് സ്വന്തത്തിന് പറയാ, ഹസ്ബിനല്ലാഹ് ഞങ്ങളും അങ്ങനെ പറയാ. ഹസ്ബിയല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. അത് കഴിഞ്ഞ് അത് 100 തവണ പറയുക. അത് കഴിഞ്ഞ് എന്റെ പ്രിയപ്പെട്ടവരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിക്റാണ് അല്ലാഹുമ്മ ഇന്നക ഹലീമുൻ ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين എന്നുള്ള ദിക്ർ ചൊല്ലാം. അത് ചൊല്ലിയതിന്റെ ശേഷം എന്റെ പ്രിയപ്പെട്ടവരെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. കാരണം ഇത് ഷഹ്റു സ്വലയാണ്, സ്വലാത്തിന്റെ മാസമാണ്. ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. ഈ ആയത്ത് ഇറങ്ങിയ മാസമാണിത്. അതുകൊണ്ട് സ്വലാത്ത് ചൊല്ലുക. സ്വലാത്ത് നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാർക്കിൽ പരസ്പരം കുടുംബത്തിനിടയിലൊക്കെ സ്നേഹമുണ്ടാക്കുന്ന സ്വലാത്താണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം 100 തവണ. 700 തവണ സാധിക്കുവാണെങ്കിൽ അങ്ങനെ ചൊല്ലാം. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ പറഞ്ഞല്ലോ, അവിടെ 100 തവണ ചൊല്ല. കൂടുതൽ സാധിക്കുന്നവർ 2375 പ്രാവശ്യവും പറയാവുന്നതാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പിന്നെ ഈ ദിക്റുകളുടെ കൂട്ടത്തിൽ ചില ഇസ്തിഗ്ഫാർ ഉണ്ട്. അതായത് അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു കാന ഗഫാറ അത് പറയാം. മറ്റൊരു ദിക്ർ നാം ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹു വലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹു മുഖ്ലിസീന ലഹുദ്ദീൻ. ഇത് ഒരു തവണ ചൊല്ലിയാലോ 1000 വർഷത്തെ ഇബാദത്തിന്റെ പ്രതിഫലം അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് രേഖപ്പെടുത്തുന്നുണ്ട്. ഇത് ഒരു തവണ ചൊല്ലാൻ സുലഭമാണ്, വളരെ എളുപ്പമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹു മുഖ്ലിസീന ലഹുദ്ദീൻ. അത്ര ഒരു തവണ ചൊല്ലിയാൽ മതി, ഒരു തവണ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നാളത്തെ നോമ്പ് തീർച്ചയായും പ്രധാനപ്പെട്ടതാണ്. നമുക്ക് 4 നോമ്പിന്റെ പ്രതിഫലം കിട്ടുന്നു നാളെ. ഒന്ന് ഷഅബാന്റെ ബറാത്തിന്റെ നോമ്പിന് നിയ്യത്ത് വെക്കാം. അതോടൊപ്പം അയ്യാമുൽ ബീദിന്റെ വെക്കാം. ഇന്ന് ഖളായി പോയ നോമ്പിന്റെ വെക്കാം. അതോടൊപ്പം തിങ്കളാഴ്ചയുടെ നോമ്പിന്റെ നിയ്യത്ത് വെക്കാം. ഈ നിയ്യത്തെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നിയ്യത്ത് വെക്കുകയാണ്. ഇന്ന് സൗദി അറേബ്യയിലൊക്കെ ഇന്ന് ബറാത്തിന്റെ രാത്രിയാണ്. നിയ്യത്ത് ചൊല്ലാത്തവരാരെങ്കിലും ഭാഗ്യമുണ്ടെങ്കിൽ അവർക്ക് ഇന്ന് ഈ നിയ്യത്തുകൾ ഉൾപ്പെടുത്താവുന്നതാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് സൂറത്ത് യാസീൻ കഴിഞ്ഞതിന്റെ ശേഷമുള്ള ഈ പ്രധാനപ്പെട്ട ദുആ നാം ചൊല്ലുകയാണെങ്കിൽ നമുക്ക് വലിയ ഒരു കാവലാണ്. അല്ലാഹു തൗഫീഖ്. ഇനിയൊരു സംശയമാണ്, സ്ത്രീകൾക്ക് അശുദ്ധിയാണ്. അവർക്ക് സൂറത്ത് യാസീൻ ചൊല്ലാൻ ആഗ്രഹമുണ്ട്, അതുപോലെ ദുഹാൻ ഓതാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ഓതാൻ പറ്റില്ലല്ലോ, അശുദ്ധിയാണല്ലോ. അവർക്ക് ഈ ദീർഘായുസിന് വേണ്ടിയും റിസ്ക്കിന് വേണ്ടിയുള്ള നിയ്യത്തും ഈമാൻ കിട്ടി മരിക്കാനുള്ള നിയ്യത്തും മനസ്സിൽ വെക്കാം. എന്നിട്ട് പറയാം, അല്ലാഹുവേ എനിക്കിന്ന് ശുദ്ധിയായിരുന്നുവെങ്കിൽ, അള്ളാഹു എനിക്ക് ഈ ഖുർആൻ ഓതാൻ അറിയാത്ത ഉമ്മമാരുണ്ട്, എനിക്ക് ഓതാൻ അറിയുമായിരുന്നു, തീർച്ചയായും ഞാൻ ഇന്ന് ഓതുമായിരുന്നു എന്ന് നിയ്യത്ത് വെച്ചാൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ കൂലി കിട്ടാൻ പോകുന്നു. മറ്റുള്ളവരെ പോലെയല്ല, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. മറ്റുള്ളവർ ഓതുന്നതിൽ പിഴവ് വന്നാൽ ചിലപ്പോ ബുദ്ധിമുട്ടാവും. നാം നിയ്യത്ത് വെക്കുമ്പോൾ പിന്നെ പിഴവ് വരാനൊന്നുമില്ലല്ലോ. ഖുർആൻ മുഴുവൻ ഓതുന്നതിന്റെ കൂലിയാണ് അള്ളാഹു നമുക്ക് രേഖപ്പെടുത്താൻ പോകുന്നത്. അതുകൊണ്ട് നാം ഭാഗ്യവാന്മാരാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് അങ്ങനെ നിയ്യത്ത് ചില ഒരു നിയ്യത്ത് വെക്കാം. അതായത് എനിക്ക് ആഫിയ ദീർഘായുസ് കിട്ടാൻ 100 സ്വലാത്തും അല്ല. രണ്ടാമത്തെ നിയ്യത്തൊക്കെ എന്നിട്ട് 100 സ്വലാത്തല്ല. മൂന്നാമത്തെ നിയ്യത്തൊക്കെ 3 സ്വലാത്ത്. ഒന്നാമത്തെ നിയ്യത്ത് എന്താണ്? റിസ്ക്കിൽ വിശാലത കിട്ടാനും വേണ്ടി നിയ്യത്ത് വെക്കും 100 സ്വലാത്ത് ചൊല്ല. അതുപോലെ ദീർഘായുസ് കിട്ടാനും വേണ്ടി നിയ്യത്ത് വെക്കാൻ 100 സ്വലാത്ത് ചൊല്ല. ഈമാൻ കിട്ടും മരിക്കാൻ വേണ്ടി നിയ്യത്ത് വെക്കാൻ 100 സ്വലാത്ത് ചൊല്ല. എന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക,
അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു എല്ലാവരുടെ മുറാദ് അള്ളാഹു ആസുരാക്കട്ടെ. മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താകുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മുടെ റിസ്ഖിൽ അള്ളാഹു വിശാലം നൽകട്ടെ. ആഫത്തും മുസീബത്ത് ഇടങ്ങേറുകളെ തൊട്ട് നമ്മെ നമ്മുടെ കുടുംബങ്ങൾ എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.